മുഖ്യമന്ത്രി ആയിരുന്ന നയനാരും മുൻ മന്ത്രി പി ജെ ജോസഫും ഞാനും ശിവദാസൻ എന്ന കള്ളനും ഇക്കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു നയനാർ. കല്യാശ്ശേരിക്കാരനാണ് അദ്ദേഹം. ഏറമ്പാല ബാലകൃഷ്ണ നയനാർ. സ്വതസിദ്ധമായ ശൈലിയോട് സംസാരിക്കുന്ന വ്യക്തി, നർമ്മം കലർന്ന സംഭാഷണം. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അന്തരീക്ഷം, അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നു കേരള കോൺഗ്രസിലെ പി ജെ ജോസഫ്. പി ജെ ജോസഫിൻ്റെ വീട്ടിലൊരു കള്ളം കയറി. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഡോക്ടറായ ഭാര്യയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വീട്ടിൽ കള്ളം കയറി കത്തിമനയിലെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി. അതുപോലെ തന്നെ രാവിലെ വരെ കള്ളൻ വീട്ടിൽ നിന്നു എന്നുള്ളതാണ്. ആ കേസിനകത്ത് തെളിവൊന്നും കിട്ടാതെ വന്നപ്പം ഞാൻ അന്ന് ക്രൈംബ്രാഞ്ചിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണ്. MGA രാമനായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് ADGP. ഞാൻ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ വാങ്ങി നേരെ എന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. MGA രാമനും എൻ്റെ ഗുരുവായ MP ബാലകൃഷ്ണൻ SP-യുമായിരുന്നു എൻ്റെ പിന്നിൽ. കേരളത്തിലെ ധാരാളം കേസുകൾ തെളിയാതെ കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. ആദ്യമായി കമ്പളക്കാട്ട് വയനാട്ടിലെ ഇരട്ടക്കൊലക്കേസ്, തെളിയാത്ത ഇരട്ടക്കൊലക്കേസ് കേസ് ഡയറി എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ ധാരാളം കേസുകൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈംബ്രാഞ്ചിൽ തന്നെ കോട്ടയം യൂണിറ്റ് അന്വേഷിച്ച പി ജെ ജോസഫിൻ്റെ വീട്ടിൽ കയറിയ കള്ളൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിനെ കത്തിമനയിൽ നിർത്തി ചില സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുപോയി. കേരളത്തിൽ വലിയ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ തെളിവിലേക്ക് വന്നില്ല കേസ്. ആ സന്ദർഭത്തിലാണ് ഞാൻ പ്രൊമോഷനായി ക്രൈംബ്രാഞ്ചിൽ വരുന്നത്. ഏതായാലും കമ്പളക്കാട് കേസുമൊക്കെ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ പുതിയ സർക്കാർ ഓർഡർ വന്നു. ആ കേസ് ജോർജ് ജോസഫ് അന്വേഷിക്കാൻ പറഞ്ഞു. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ അടുത്ത് മന്ത്രി പി ജെ ജോസഫും ADGP MGA രാമനും MP ബാലകൃഷ്ണനും ചെന്നിരുന്നു. എന്നെ വിളിപ്പിച്ചു. ഞാനും ചെന്നു. അദ്ദേഹം സംസാരിച്ചു. സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിനെ. അദ്ദേഹം പറഞ്ഞു, താൻ വളരെ ചെറുപ്പമാണ്, ഈ കേസ് താൻ പിടിക്കുമോ? ഞാൻ പറഞ്ഞു, നോക്കാം, കേസ് മിക്കവാറും പിടിക്കും. അദ്ദേഹത്തിന് സന്തോഷമായി. MGA രാമനും MP ബാലകൃഷ്ണൻ എന്നെ നോക്കി. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടിയാണ് പറഞ്ഞത്, ആ കേസ് ഞാൻ ഡിറ്റക്റ്റ് ചെയ്യും. അന്നേരം മുഖ്യമന്ത്രിയായിരുന്ന നയനാരുടെ ചില പ്രതികരണങ്ങൾ വന്നു. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ ചില പോലീസുകാരുടെ വേലയൊന്നും എൻ്റെ അടുത്ത് കാണിച്ചേക്കല്ലേ. അതെന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേസ് തെളിയാതെ വന്ന ഏതെങ്കിലും ഒരു കള്ളനെ പിടിച്ച് ബുക്ക് ചെയ്യും. തൊണ്ടി സാധനമൊക്കെ ആരെയെങ്കിലുമൊക്കെ വരട്ടിയും പിടിച്ച് കസ്റ്റഡിയിൽ എടുക്കും. അങ്ങനെ കേസ് ഡിറ്റക്ഷൻ ആവും. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേസ് പറഞ്ഞ സമയത്തിനുള്ളിൽ പിടിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പോലീസുകാരെ ചിലരുടെ വേലകളാണ്, അതൊന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല. തന്നെ ഞാൻ ഒറിജിനൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ തിരിച്ച് പൂട്ടിക്കളയും.
അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അത് പോപ്പ് തന്നതാണ്. ജോൺ പോൾ പോപ്പിനെ കാണാനായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നയനാരും PJ ജോസഫും ഒക്കെ ഒരിക്കൽ പോയിരുന്നു. അവിടെ ചെന്നപ്പം നയനാർക്ക് ഒരു കൊന്തയും ഒരു ലോക്കറ്റും കൊടുത്തു, ഒരു സ്വർണ്ണ ലോക്കറ്റ്. PJ ജോസഫിനും ഒരു കൊന്തയും ഒരു ലോക്കറ്റും, വേറെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 VIP മാർക്കും കിട്ടി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, പോലീസിന്റെ തൻ്റെ വേലയൊന്നും എൻ്റെ അടുത്ത് ചിലവാവൂല. താന് PJ ജോസഫിന്റെ വീട്ടിലെ അദ്ദേഹത്തിന് കിട്ടിയ ലോക്കറ്റ് കള്ളം കൊണ്ടുപോയി. ആ ലോക്കറ്റിന്റെ സാമ്പിൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് താൻ കണ്ടെടുക്കണം, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. താൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വന്നാലും ഞാൻ പിടിക്കും, കാരണം ഒറിജിനൽ സാധനം പോപ്പ് തന്നെ എൻ്റെ കൈവശം ഇരിക്കുക. ഞാൻ ഇരുന്ന് ചിരിച്ചു, അദ്ദേഹത്തിൻ്റെ നർമ്മം, അദ്ദേഹം ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, കള്ളനെ പിടിക്കും സാർ, ആ ലോക്കറ്റ് സാറിനെ കൊണ്ടേ കാണിക്കാം, നല്ലത്, നമുക്ക് നോക്കാം. അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും തന്നു വിട്ടു. ഏതായാലും കള്ളനെ ഞാൻ പിടിച്ചു. ശിവദാസൻ എന്ന ഇടുക്കിയിൽ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിലുള്ള കള്ളനായിരുന്നു. അത് അവിടെ നല്ലൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. ആ കള്ളൻ ശിവദാസൻ പിന്നെ അവിടെ ചില മൈക്ക് മോഷണമൊക്കെ നടത്തി. ആംപ്ലിഫയറും മൈക്കും ഒക്കെ ആയിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. ക്രമേണ അത് മോഷ്ടിച്ചു. അങ്ങനെ മോഷണത്തിലേക്ക് തിരിഞ്ഞു. നല്ല നല്ല മോഷണങ്ങൾ നടത്താൻ തുടങ്ങി. നല്ല നല്ല മോഷണം എന്ന് പറഞ്ഞാൽ പോലീസിന് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹൗസ് ബ്രേക്കിംഗ് ആയ ചില മോഷണങ്ങൾ. ചിലർക്ക് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ആഭരണങ്ങൾ ഊരി വാങ്ങിക്കുകയും ചെയ്യും. പതുക്കെ കേരളത്തിൽ നിന്ന് താമസം മാറ്റി തമിഴ്നാട്ടേക്ക് മാറ്റി അവിടെ നിന്ന് വന്നാണ് കോട്ടയത്തും ഇടുക്കി ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലുമൊക്കെ മോഷണം നടത്തുന്നത്. ഏതായാലും ശിവദാസനെ കണ്ടെത്തി, കള്ളനെ കണ്ടെത്തി. കൂടെ ജോയി എന്ന കൊമ്പിളിക്കാരനൊരുത്തനുണ്ട്, ഇറച്ചിവിട്ടുകാരനായിരുന്നു നേരത്തെ, എന്തും ചെയ്യും. ആ രണ്ടുപേരും കോട്ടയം ജില്ലയിലെ പല സ്ഥലത്തും മോഷണം നടത്തും. ചില വീടുകളൊക്കെ ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് ആഭരണം എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പുലിയന്നൂരുള്ള നടേശൻ എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണപ്പണിക്കാരൻ, അയാളുടെ ചങ്ങാതിയായിരുന്നു ശിവദാസൻ. മോഷണം ചെയ്ത് കിട്ടുന്ന സ്വർണം അവിടെ കൊണ്ടുപോയി ഉരുക്കും. ഏതായാലും ഞാൻ ആ കേസ് ഡിറ്റക്റ്റ് ചെയ്തു. അന്ന് MP ബാലകൃഷ്ണനായിരുന്നു എൻ്റെ SP. MG രാമനും സന്തോഷമായി. ഏതായാലും കള്ളനെ താമസിച്ച് അന്ന് മധുരയിലായിരുന്നു, കോയമ്പത്തൂർ മധുരയിൽ എവിടെയായിരുന്നു. ഏതായാലും അവിടെ പോയി അവൻ്റെ വീട്ടിൽ അറസ്റ്റ് ചെയ്ത് അവനെ വീട്ടിൽ കൊണ്ടുപോയി. പാലായിൽ നിന്ന് മോഷണം പോയ ഒരു നായ ആ വീട്ടിലുണ്ടായിരുന്നു. ആ മോഷണം പോയ നായം ഞാൻ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു. ശിവദാസന്റെ കയ്യിൽ നിന്ന് പോപ്പ് കൊടുത്ത ലോക്കറ്റ്, PJ ജോസഫ് മന്ത്രിക്ക് കൊടുത്ത ലോക്കറ്റ് കണ്ടെടുത്തു. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അയാളുടെ വീട്ടിലെ ആ ലോക്കറ്റ് ഒരു മണ്ണെണ്ണ പാട്ട അതിനുള്ളിലാണ് ഇട്ടിരുന്നത്. ഏതായാലും അത് കൃത്യമായിട്ട് അവര് അത് വെളിവാക്കി പറഞ്ഞു, അത് വെളിപ്പെടുത്തി. ഏതായാലും ആ പട്ടിയെ കൊണ്ടുവന്നു ഞാൻ കേരളത്തേക്ക്. പാലായിൽ നിന്ന് മോഷണം പോയ പട്ടിയായിരുന്നു. മറ്റൊന്ന് ആ ലോക്കറ്റും കിട്ടി. അതുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണാൻ വന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പം MP ബാലകൃഷ്ണൻ, MG രാമനും ഒക്കെ ഉണ്ടായിരുന്നു. ലോക്കറ്റ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞിടൂ, ഇത് ഒറിജിനൽ ലോക്കറ്റ് തന്നെ അഭിനന്ദിക്കുന്നു. വലിയ ഇഷ്ടമായി അദ്ദേഹത്തിന് എന്നോട്. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരംഗത്തിന്
വീട്ടിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വലിയ ക്ഷീണമാണ്. അതുകൊണ്ടാണ് ആ കേസ് വിശ്വസ്തനായ, കേസ് പിടിക്കുമെന്ന് കരുതിയ എന്നെ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയും ഗവൺമെൻറ് ഉത്തരവ് ആ കേസിൽ ഉണ്ടാവുകയും ആ കേസ് അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഈ ഒരു സംഭവം അദ്ദേഹത്തിന് ഇപ്പം മരണമടഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹി വെച്ചാണ് 2004 മരണപ്പെട്ട അസുഖബാധിതനായി. ഇന്നും അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചിരി, സ്വതസിദ്ധമായ ചിരി, ആ നർമ്മ കലർന്ന സംഭാഷണം അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിനുശേഷം 3-4 സംഭവങ്ങളുണ്ടായി. കാരണം അദ്ദേഹത്തിന് വളരെ സിമ്പിളായ മനുഷ്യനാണ്. അദ്ദേഹം ചില കേസുകളൊക്കെ ഒരു പരിധി കഴിയുമ്പം നിസ്സാര കാര്യമാണെങ്കിലും പോലീസിനൊരു സൊല്യൂഷൻ കിട്ടാതെ വരും. ഏതായാലും 2 ആഴ്ച അദ്ദേഹം, എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ജോർജ് ജോസഫ് എന്ന് 2 ആഴ്ച എനിക്ക് എടുപ്പത് പണിയായിരുന്നു. കാരണം അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ സാധുക്കളൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ പ്രശ്നം വലിയ, പോലീസിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, പക്ഷെ ഒരു വേലി പൊളിച്ച പ്രശ്നമായിരിക്കാം. അടുത്ത വീട്ടുകാരന് സ്വല്പം അതിരുമാന്തിയ പ്രശ്നമായിരിക്കാം. ഇതൊക്കെ വർഷങ്ങളായിട്ട് തെളിയാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹമായിട്ട് അടുപ്പമുള്ളവർ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക്, ഇവിടെ പരിഹാരം ഉണ്ടാക്കി തരാം, ഞാനൊരു കാര്യം ചെയ്യാം, നല്ലൊരു ഓഫീസറുണ്ട്, അയാളെ ഞാൻ ഏൽപ്പിക്കാം, അയാൾ ഇതിന് പരിഹാരം ഉണ്ടാക്കൂടൂ, താൻ ധൈര്യമായിട്ട് പൊക്കോ. അദ്ദേഹം ചില പെറ്റീഷനിൽ എൻ്റെ പേരെഴുതി വെച്ചു. അതൊന്ന് മൂവാറ്റുപുഴയിലാണ്, വേലി പൊളിച്ചതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ 4-5 കേസിനകത്ത് ഒരു ക്രൈംബ്രാഞ്ചിലെ സ്ക്വാഡ് അന്വേഷിക്കേണ്ട ആവശ്യമില്ലാത്ത, SIT പോലെയുള്ള സമുന്നതമായ ഒരു അന്വേഷണ ഏജൻസി ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ലാത്ത, അന്വേഷിക്കാൻ കൊടുക്കാത്ത ചില ചെറിയ ചെറിയ കേസുകൾ അദ്ദേഹം അത് കാണുമ്പം എൻ്റെ പേര് ഓർമ്മ വന്ന് എൻ്റെ പേരെഴുതി വെക്കും. അങ്ങനെ 4-5 കേസായപ്പോൾ DGP എൻ്റെ അടുത്ത് തനിക്കെന്താ ഈ ചെറിയ വേലി പൊളിച്ചതിലൊക്കെ കാര്യം, അത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഓർഡർ ഇടിയിപ്പിക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞു, എനിക്ക് വാദിയും പ്രതിയെ അറിയില്ല, ഞാൻ ആ സംഭവ സ്ഥലം അറിഞ്ഞൂടാ. മുഖ്യമന്ത്രി അങ്ങനെ ചില അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരും അതുപോലെ പാർട്ടി പ്രവർത്തകരോ അതുപോലെ അദ്ദേഹത്തിന് സാധുക്കളാണെന്ന് തോന്നിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് തോന്നുമ്പം 2 ആഴ്ചയോളം എൻ്റെ പേര് മനസ്സിലിരുന്നുകൊണ്ട് എൻ്റെ പേര് ജോർജ് ജോസഫ് ഫോർ നെസസറി ആക്ഷൻ എഴുതിയിട്ടു. അപ്പം ഇതൊക്കെ നമുക്ക് ഇന്ന് കൗതുകത്തോടെ ഓർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് മരണമടഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ വളരെ പെട്ടെന്ന് കാലഘട്ടങ്ങൾ മാറിപ്പോയി എന്നും അദ്ദേഹം എൻ്റെ മനസ്സിൽ, എന്നും അദ്ദേഹത്തിൻ്റെ മുഖവും ആ സ്വതസിദ്ധമായ ആ ചിരിയോടെയുള്ള ആ മുഖം മനസ്സിലെന്നും ഉണ്ട്.